ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ.കെ. നാരായൺ എഴുതിയിട്ടുള്ള ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആർ.കെ. നാരായണനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ഹീ ഈസ് ബെസ്റ്റ് നോൺ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ. അതുപോലെ തന്നെ ഏകദേശം 15ഓളം നോവൽ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, പ്രോസുകൾ എഴുതിയിട്ടുണ്ട്. കെ നാരായണൻ്റെ സ്റ്റോറീസിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ പ്ലേസ് ആയിട്ടുള്ള മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഇമാജിനറി ടൗൺ ആണ്. അപ്പോൾ ആ ഒരു ഇമാജിനറി ടൗണിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പോലെയാണ് അയാളുടെ സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആർ കെ നാരായൺ, അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മുൽക്ക് രാജ് ആനന്ദ്, രാജാ റാവോ, ഇവരൊക്കെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ ട്രിനിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു സമയത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന എഴുത്തുകാരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി എന്താണ് സമ്മറി ആയിട്ട് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്നുള്ള ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സ്റ്റോറി പറയുന്നത് ഒരു ആസ്ട്രോളജറുടെ ഒരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഈ ആസ്ട്രോളജറുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അയാളൊരു ഫേക്ക് ആയിട്ടുള്ള ആസ്ട്രോളജറാണ്. പ്രൊഫഷണലി പഠിച്ചോ അറിഞ്ഞോ അല്ലെങ്കിൽ സ്റ്റാർസിനൊക്കെ കുറിച്ച് അറിവുള്ളതോ ആയിട്ടുള്ള ആളല്ല. പക്ഷേ അയാളൊരു ഫേക്ക് ആയിട്ടുള്ള ആളാണ്. ആളുകളെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു കണ്ണിങ്നെസ് യൂസ് ചെയ്തിട്ട് ആളുകളെ വീഴ്ത്തുന്ന ഒരു ഫേക്ക് ആസ്ട്രോളജറായിട്ടാണ് നമുക്കിവിടെ ആർ കെ നാരായൺ ഈ ഒരു ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ആസ്ട്രോളജറെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഈ ആസ്ട്രോളജർ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ലൈഫ് എന്നത്തെയും പോലെ സാധാരണ ഒരു ലൈഫായിട്ട് തുടങ്ങുന്നു. പക്ഷേ ആ ഒരു ദിവസത്തിൻ്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ അയാൾക്ക് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നു. അതിൽ നിന്ന് അയാൾക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ലൈന് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നടക്കുന്നതും ഉള്ളൂ. ഒരു ദിവസം, ആ ദിവസത്തിൻ്റെ തുടക്കം ഏറ്റവും സാധാരണ ദിവസങ്ങൾ തുടങ്ങുന്ന പോലെ തുടങ്ങുന്നു. പക്ഷെ അവസാനത്തോട്ട് അടുക്കുമ്പോൾ, ആ ദിവസം രാത്രിയാവുന്ന സമയത്തോട്ട് അടുക്കുമ്പോൾ അയാളുടെ ലൈഫിൽ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കുന്നു. ആ ഇവൻറ്റ്സ് അയാളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. ഇതാണ് ആ ഒരു സ്റ്റോറിയുടെ ലൈൻ അല്ലെങ്കിൽ ത്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ആർ കെ നാരായൺ ആസ്ട്രോളജറിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ നമ്മുടെ റീഡേഴ്സിന് തരുന്നുണ്ട്. അയാൾ എവിടെയാണ് ഈ ആസ്ട്രോളജറായിട്ട് ഇരിക്കുന്നത്. അയാൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ബിസി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഏരിയയിൽ ഒരു ടമറിൻഡ് ട്രീയുടെ, ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലാണ് ഇയാൾ ഇരിക്കുന്നത്. ഒരു ആസ്ട്രോളജർ എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ഇയാൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അതുപോലെ സാഫ്രോൺ ക്ലോത്ത്സൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് നല്ല ഡ്രാമാറ്റിക് അപ്പിയറൻസിലാണ് ഇയാൾ ഇരിക്കുന്നത്. ക്ലയൻസിനൊക്കെ അട്രാക്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ വളരെ കണ്ണിങ്നെസ്സോട് കൂടിയിട്ട് അവിടെ അങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അയാളുടെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഈ ആസ്ട്രോളജർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഒരു പാം ലീവ്സ്, അതുപോലെ കുറച്ച് നോട്ട്ബുക്സ്, കബഡികൾ, അങ്ങനെ ഈ ഒരു ആസ്ട്രോളജറിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അയാളവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് വിശ്വാസ്യത തോന്നാൻ വേണ്ടിയിട്ട് അയാളുടെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ലുക്ക് എന്ന് പറയുന്നത് തന്നെ അയാളൊരു സാഫ്രോൺ ക്ലോത്ത്സൊക്കെ യൂസ് ചെയ്തിട്ട് അത്രയും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ മാറ്റിയെടുത്തിട്ടാണ് ആ ഒരു ടമറിൻ ട്രീയുടെ താഴെ ഇയാൾ ഡ്രസ്സ് ചെയ്തിട്ട് ഇരിക്കുന്നത്. ഇതിലൊരു സാഫ്രോൺ കളർ ടർബൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചാരം, മറ്റേ ചന്ദനം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ആസ്ട്രോളജറിനെ ആളുകൾ വിശ്വസിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അയാൾ അവിടെ ചെയ്തിട്ടാണ് ആ ഒരു ട്രീയുടെ താഴെ ഇരിക്കുന്നത്, ക്ലയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഈ ഒരു ആസ്ട്രോളജർ അയാളുടെ വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള ഏരിയ ആണ്. ഒരുപാട് ആളുകൾ വന്ന് പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഏത് സമയവും അവിടെ ക്രൗഡഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റാണ് ഇയാളുടെ ആസ്ട്രോളജർ
ആയിട്ട് ഇരിക്കാനായിട്ട് ഇയാൾ ഉദ്ദേശിച്ചിട്ടുള്ള വർക്ക് സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ക്രൗഡായിരിക്കും, ആളുകളുടെ ക്രൗഡ് ഉണ്ടായിരിക്കും. ഒരുപാട് പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് മെജീഷ്യൻസ് ഉണ്ട്, ക്ലോത്ത് സെല്ലേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്താണ് ഇയാൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ലൈറ്റ് വളരെ ഡിമ്മാണ്. അതുപോലെ തന്നെ ഇയാൾക്കായിട്ട് അവിടെ ഒരു ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചോ അങ്ങനെയൊന്നും ഇയാൾ റെഡിയാക്കി വെച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു ലാമ്പ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ലൈറ്റ്സോ അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ്സോ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു ഫ്ലയറിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇയാൾ അവിടെ ഇരിക്കുന്നത്. അയാൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു സെമി ഡാർക്ക്നെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. അതുവഴി ഇയാളുടെ ഒരു മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ഓറേനെ ഇൻക്രീസ് ചെയ്തിട്ട് ആളുകളുടെ ആ ഒരു തിരക്ക് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു ആസ്ട്രോളജർ എന്നുള്ള ആ ഒരു സംഭവത്തിനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓറ സൃഷ്ടിക്കാനാണ് ഇയാൾ അങ്ങനെ ഒരു ഇരുട്ട് പോലത്തെ പ്രദേശത്ത് പോയിട്ട് ഇരിക്കുന്നത്. സ്വന്തമായിട്ട് ലൈറ്റോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇയാളൊരു സെമി ഡാർക്ക്നെസ് ആണ് എപ്പോഴും സ്വീകരിക്കുന്ന ഒരു കാര്യം. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു ഓറ ഇയാൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആസ്ട്രോളജർ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആസ്ട്രോളജറാണ്. ഏതൊരു റിയൽ ആയിട്ടുള്ള ഒരു ആസ്ട്രോളജറിന് ആവശ്യമായിട്ടുള്ള യാതൊരു വിധ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജോ ഒന്നും തന്നെ ഇയാൾക്ക് ഈ ഒരു ഫീൽഡിനെ കുറിച്ചില്ല. ഇയാൾക്ക് ആകെയുള്ള കുറച്ച് കഴിവെന്ന് പറയുന്നത് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. വളരെ ഡ്രമാറ്റിക്കായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ കോമൺ മാനിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഏകദേശം എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറച്ചൊക്കെ സിമിലർ ആയിരിക്കും. പൈസയുടെ പ്രശ്നം, ഫാമിലി ഇഷ്യൂസ്, മാരേജ് ഇഷ്യൂസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും സെയിം ലെവലിലായിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിനോടും നമുക്ക് ആ ഒരു ഇഷ്യൂ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അതേ സൈക്കോളജി തന്നെയാണ് ഇയാളുടെ ആസ്ട്രോളജി എന്നുള്ള ഒരു പവറിലും ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ആളുകളെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകൾ ചിന്തിക്കണം ഇയാൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വളരെ ഹോളി ആയിട്ടുള്ള വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരു മാനാണ് എന്ന് കസ്റ്റമേഴ്സിനെ കൊണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാനാണ് ഇയാൾക്ക് അറിയാവുന്ന ഒരു കഴിവ് എന്ന് പറയുന്നത്. അതാണ് ആളുകളെ പെട്ടെന്ന് വീഴ്ത്തും. അതായത് ഇയാളുടെ ഒരു ക്ലവർ ആയിട്ടുള്ള ഒബ്സർവേഷൻ വഴി, കോൺഫിഡൻസ് വഴി കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ വിശ്വസിച്ചു പോകും. ഇയാളാണ് സത്യം ആസ്ട്രോളജർ വിശ്വസിച്ച് ആദ്യം ആ ഒരു കസ്റ്റമറിന് സംസാരിക്കാനായിട്ട് 10 മിനിറ്റ് സമയം കൊടുക്കും. ആ ഒരു 10 മിനിറ്റിൽ ആ ഒരു കസ്റ്റമർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അയാൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് റിപ്പീറ്റഡ്ലി അയാൾക്ക് ഇന്ന പ്രോബ്ലം ഇല്ലേ എന്ന് അയാളുടെ അടുത്ത് റിപ്പീറ്റഡ്ലി പറയും. അപ്പോൾ അയാൾക്ക് തോന്നും ഈ ഒരു ആസ്ട്രോളജറിന് വളരെ വലിയ കഴിവുണ്ടായിട്ടാണ് ആ ഒരു വന്നിരിക്കുന്ന കസ്റ്റമറിൻ്റെ പ്രശ്നം ഇയാൾക്ക് മനസ്സിലാവുന്നത് എന്ന്. പക്ഷേ ഇയാൾ ശരിക്കും ചെയ്യുന്നത് ആദ്യത്തെ 10 മിനിറ്റിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞതിൽ നിന്ന് ഗസ് ചെയ്ത് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റമറിനോട് സംസാരിക്കുന്നത്. പക്ഷെ അത് അയാൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഈ വന്നിരിക്കുന്ന കസ്റ്റമർ അവർ വിചാരിക്കുന്നത് ഈ ഒരു ആസ്ട്രോളജറിന് അത്രയും പവർ ഉണ്ട്, മൈൻഡിനൊക്കെ കുറിച്ച് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ നമ്മളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു ദിവസം, അതായത് ഈ സെയിം ഡേ ഞാൻ പറഞ്ഞല്ലോ, ഒരു സിംഗിൾ ഡേയിൽ രാവിലെ നോർമൽ ഡേ ആയിട്ട് തുടങ്ങുന്നു. പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ ലൈഫിൽ കുറച്ച് സംഭവങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ലൈഫിൽ കുറച്ച് ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ആ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സിലോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയ സമയത്ത് ജോലിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോകാനിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്ട്രേഞ്ച് കസ്റ്റമർ കടന്നു വരാണ്. ആ ഒരു സ്ട്രേഞ്ച് കസ്റ്റമറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ 8 അണ കൊടുക്കാനായിട്ട് തയ്യാറാണ്. അയാളുടെ ലൈഫിൽ അയാൾക്കൊരു ക്വസ്റ്റ്യൻ അറിയാനുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അയാൾക്ക് അറിഞ്ഞാൽ അയാൾ 8 അണ അല്ലെങ്കിൽ അതിൽ ഇരട്ടി തരാം. പക്ഷേ നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഇതിൻ്റെ പലിശ അടക്കം തിരിച്ചു തരണം എന്നുള്ള ഒരു സ്ട്രേഞ്ച് ഐഡിയ മുന്നോട്ട് വെച്ചിട്ട് പറയാണ്. ഈ കസ്റ്റമർ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇയാൾ കുറച്ച്, അതായത് ഫേക്ക് ആസ്ട്രോളജർ കുറച്ച് കോൺഫിഡൻസ് കൂടുതലും ക്ലെവർ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നടത്തുന്ന ആളായതുകൊണ്ടും പെട്ടെന്ന് തന്നെ അത് സമ്മതിക്കുകയാണ്, ഓക്കെ പറയാണ്. ആ ഒരു ഡീലിൽ അയാൾ ഉറപ്പിക്കുകയാണ്.
സാധാരണ കസ്റ്റമേഴ്സ് വരുന്നത് പോലെ 10 മിനിറ്റ് സംസാരിക്കാനുള്ളൊരു ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ ആസ്ട്രോളജർ ഒരു കാര്യത്തിനെ പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ വന്നിട്ടുള്ള കസ്റ്റമർ ഇയാളുടെ അടുത്ത് തിരിച്ചു പറയും, എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയണ്ട, ഞാനിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രം മതി. ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് സക്സസ് ആവോ ഇല്ലേ, ഇതാണ് എൻ്റെ ചോദ്യം. അതായത് ഇയാൾ എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇയാൾ തിരയാണ്. അപ്പോൾ അതിൽ ഇയാൾക്ക് സക്സസ് ഉണ്ടാവോ അല്ലെങ്കിൽ ഇയാൾ ഫെയിൽ ആവോ എന്നുള്ളതാണ് ഇയാളുടെ ചോദ്യം. ഇയാളുടെ മനസ്സിലുള്ളത് എന്താണെന്നൊന്നും ഈ ഒരു ആസ്ട്രോളജറിനോട് ഈ ഒരു വന്ന കസ്റ്റമർ തുറന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ ഒരു ആസ്ട്രോളജറിൻ്റെ ലക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വന്നിട്ടുള്ള കസ്റ്റമർ ആരാണെന്ന് ഈ ആസ്ട്രോളജറിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ ഒരു പാസ്റ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ഈ ഒരു ആസ്ട്രോളജർ പറയാനായിട്ട് തുടങ്ങാണ്. അതായത് പണ്ടൊരിക്കൽ നിങ്ങൾക്കൊരു വഴക്കിൻ്റെ ഇടയിൽ ഒരു കുത്തേറ്റിട്ടുണ്ട്, അങ്ങനെ മരിക്കാനായി കിടക്കുന്ന സമയത്ത് കുറച്ച് ഗ്രാമവാസികളൊക്കെ കണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥ ഇട്ടിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ വന്നിട്ടുള്ള കസ്റ്റമർ അതിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും. കാരണം അയാളുടെ ലൈഫിൽ റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ഈ ഒരു ആസ്ട്രോളജർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഓൾറെഡി ഈ ആസ്ട്രോളജറിന് ഈ വന്നിട്ടുള്ള കസ്റ്റമർ ആരാണെന്ന് അയാളുടെ അടുത്ത് ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇയാളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട്, പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ഇയാളുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ഈ വന്നിട്ടുള്ള കസ്റ്റമറിന് തീരെ മനസ്സിലായിട്ടില്ല ആരാണ് ഈ ആസ്ട്രോളജർ എന്ന്. അത് തന്നെയാണ് ഇയാളുടെ ലക്ക് എന്ന് പറയുന്നതും ഇവിടെ. അപ്പോൾ ആ ഒരു ലക്ക് നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആസ്ട്രോളജർ അയാളുടെ പാസ്റ്റിലെ കുറച്ച് ഇൻസിഡൻസ് അയാളുടെ അടുത്ത് പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യാണ്. ആ ഒരു സമയത്തെ കത്തി കൊണ്ട് കുത്തിയിട്ടുള്ള ആ ഒരു കില്ലർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള കസ്റ്റമറിന് അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റമറിന് ഈ ആസ്ട്രോളജറിനോട് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനും അയാൾ നല്ലൊരു കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മറുപടി കൊടുത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ ആസ്ട്രോളജർ പറയും, ഇല്ല ഇന്നിപ്പോൾ ആൾ ജീവിച്ചിരിക്കുന്നില്ല, ഒരു ലോറി ക്രാഷായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ആ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അയാളെ കാണാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഇയാളടുത്ത് പറയാണ്. അപ്പോൾ ഈ ഒരു വന്നിട്ടുള്ള കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലൊരു കാര്യം എന്ന് പറയുന്നത് ഗുരു നായക് എന്നാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള കസ്റ്റമറിൻ്റെ പേര്. അപ്പോൾ ഈ ആസ്ട്രോളജറിന് ആളെ മനസ്സിലായപ്പോൾ തന്നെ ഈ ആസ്ട്രോളജർ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേര് ഗുരുനായക് എന്നൊക്കെ അല്ലേന്ന്. അപ്പോൾ തീരെയും അയാളുടെ പേര് ഒരു ഡീറ്റെയിൽസോ കൊടുക്കാതെ തന്നെ തൻ്റെ ലൈഫും തൻ്റെ പേരൊക്കെ ഇങ്ങനെ ഈ ആസ്ട്രോളജർ വിളിച്ച് പറയുമ്പോൾ കുറച്ചും കൂടിയും അയാൾക്ക് ഈ ആസ്ട്രോളജറിനെ വിശ്വാസമാവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഇയാൾ ഈ ഒരു ഗുരുനായക്കിൻ്റെ മേലും എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണിപ്പോൾ ഈ ആൾക്ക് ഈ പാസ്റ്റ് ഇൻസിഡൻറ്റ് അറിയാവുന്നത് എന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇയാളെ ചെറുപ്പത്തിൽ ഇങ്ങനെ കത്തിയോണ്ട് കുത്തിയിട്ട് ഓടി രക്ഷപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ ആസ്ട്രോളജറാണ്. അതായത് ഗുരുനായക്കിനെ ഒരിക്കൽ കില്ല് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു മാൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ആസ്ട്രോളജറാണ്. പക്ഷേ ആ ഒരു കാര്യം ഗുരുനായക്കിന് മനസ്സിലാവാത്തിടത്തോളം ആസ്ട്രോളജർ രക്ഷപ്പെടാണ്. അപ്പോൾ ആ ഗുരുനായക്കിന് ഈ ആസ്ട്രോളജറിനെ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾ വേണമെങ്കിൽ ഈ ആസ്ട്രോളജറിനെ കൊല്ലാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഗുരുനായക്കിന് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് ആസ്ട്രോളജറിനും മനസ്സിലായി. അതുപോലെ തന്നെ ഗുരുനായക്കിനെ പണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ആ ഒരു വ്യക്തി മരിച്ചുപോയി എന്നുള്ള കാര്യം വിശ്വസിച്ച് ഗുരുനായക്ക് മുന്നോട്ട് പോവാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ പ്രശ്നങ്ങളില്ല, രണ്ടുപേരുടെ ഉള്ളിലുള്ള ആ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഈ ഒരു ലൈഫിൻ്റെ ത്രെട്ടനിങ് സിറ്റുവേഷൻ പെട്ടെന്ന് മുന്നിൽ കണ്ട് ഭയങ്കര ഷോക്കായി അല്ലെങ്കിൽ അവിടെ പതറിപ്പോകേണ്ട ഒരു സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഉണ്ടാവുന്ന ആ ഒരു ക്ലെവർ ഒബ്സർവേഷനാണ് ഇവിടെ നമുക്ക് ആസ്ട്രോളജറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഇയാളുടെ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ട്വിസ്റ്റ് തന്നെയാണ്. ഇതിനൊക്കെ ശേഷം ഇയാൾക്ക് ആ ഒരു പൈസ, ഇയാൾ എത്ര പൈസയാണോ വാഗ്ദാനം ചെയ്തത് അത് മൊത്തം കൊടുത്തുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞു പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം
ആസ്ട്രോളജർ തൻ്റെ വൈഫിൻ്റെ അടുത്ത് ഈ ഒരു പൈസ ഏൽപ്പിച്ചുകൊണ്ട് പറയാണ്, ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായി എന്നുള്ള ഇൻസിഡൻറ്റ് ഭാര്യയുടെ അടുത്ത് തുറന്നു പറയാണ്. എന്നിട്ട് ഇയാളുടെ ആ ഒരു റിയൽ സ്റ്റോറിയും ഇയാൾ പറയുന്നത് ആ ഒരു സമയത്താണ്. ഈ ഗുരുനായക് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് മുൻപേ പരിചയമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ പറഞ്ഞു കൊടുത്തിട്ടുള്ള പാസ്റ്റ് ഇൻസിഡൻറ്റിലെ ഇയാളെ കത്തിയോണ്ട് കുത്തിയ വ്യക്തി എന്ന് പറയുന്നത് ഞാനാണ്. അന്ന് കുറച്ച് കള്ളു കുടിച്ചതിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള വഴക്കിൻ്റെ ഇടയിലാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. പക്ഷേ അന്ന് അതിൽ നിന്ന് പേടിച്ച് ആ നാട് വിട്ട് ഓടിപ്പോന്നിട്ടാണ് ഇപ്പോഴും ഈ ഒരു ആസ്ട്രോളജർ ഇങ്ങനെ വേഷം കെട്ടി ജീവിക്കുന്നത്. അതായത് ഒരു കള്ളവേഷം കെട്ടി ജീവിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഗുരുനായക്, അന്ന് പണ്ട് അയാൾ കുത്തി പരിക്കേൽപ്പിച്ച ആ ഒരു ഗുരുനായക് മരിച്ചു എന്നും അയാളുടെ ആളുകൾ ഇയാളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വരുമെന്നും പേടിച്ചിട്ടാണ് ഇയാളിങ്ങനെ വേഷം മാറിയിട്ട് ഈ ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ ബേർഡനാണ് അയാൾക്ക് ഒഴിഞ്ഞു കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അത്രയും വലിയ റിലീഫാണ് ശരിക്കും ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ദിവസം അയാളുടെ ലൈഫിൽ അയാൾക്ക് ഉണ്ടായത്. അത് തന്നെയാണ് സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തൊട്ട് പറയുന്നതും. ഒരു സിംഗിൾ ഡേയുടെ തുടക്കം നോർമൽ ഡേ ആയിട്ട് പോവുകയും അവസാനത്തോട്ട് വരുമ്പോഴേക്കും ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം സംഭവിക്കുന്ന ഒരു ഡേ ആയിട്ട് മാറുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. സ്റ്റോറിയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ആളുകൾ, നോർമൽ കോമൺ പീപ്പിൾസ് പെട്ടെന്ന് ഫൂൾഡ് ആവും ഒരാളുടെ അപ്പിയറൻസ് വഴി. ഒരാൾ സാഫ്രോൺ ക്ലോത്ത്സ് ധരിച്ച് കുറച്ച് കുറി തൊട്ട് ഒരു ക്യാപ്പ് ഒരു സാഫ്രോൺ ടർബനൊക്കെ ചുറ്റി വരാണെങ്കിൽ അയാൾക്ക് എന്തോ ഒരു മിസ്റ്റിക്കലായിട്ടുള്ളൊരു ഹോളി അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റിക്കലായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് വെറുതെ മനസ്സിലാക്കുക അല്ലെങ്കിൽ വെറുതെ വിശ്വസിക്കുകയാണ് ആളുകളെ. ഈസിലി ആളുകൾ ഫൂളാവാണ് ഇത്തരം ആളുകൾ വരുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ എത്രയും ഈസിലി ഫൂൾഡ് ആവുന്നു എന്നുള്ളതിനെ കാണിക്കാനാണ് ഈ ഒരു സ്റ്റോറി ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയുടെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.